ഇതുപോലുള്ള സൗഹൃദങ്ങൾ ഇപ്പോൾ സിനിമയിൽ തുടർന്നപ്പോൾ ആദ്യകാലം മുതൽ തന്നെ എന്താ പറയുക ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ തൊട്ട് കൂടെയുള്ള ചില ടെക്നീഷ്യൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്നാണ് പി വി ശങ്കർ മേക്കപ്പ് അല്ലേ? ശങ്കർ തേനും വയമ്പം വന്നപ്പോഴത്തേക്ക് അതിൽ ശങ്കറായിരുന്നു മേക്കപ്പ്. പിന്നെ എൻ്റെ ഇങ്ങോട്ടുള്ള എല്ലാ മിക്കവാറും സിനിമകളിൽ കുറേ സിനിമകളിൽ ചെയ്തു. ഇപ്പോഴും എന്നെ മച്ചമ്പി എന്നാണ് വിളിക്കുന്നത്. മച്ചമ്പി ടെലിഫോൺ ലൈനിലുണ്ടാവും പി വി ശങ്കർ. നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ശങ്കർ. ഹലോ ശങ്കർ, എന്തുണ്ട്? ആ, നല്ല വിശേഷം. മച്ചമ്പി സൗഖ്യമായിരിക്കുന്നു. എനിക്ക് എപ്പോഴും എന്റെ മച്ചമ്പിയാണ് സുരേഷ് കുമാറാണ്. സുരേഷ് കുമാർ രണ്ടാമതേ ഉള്ളൂ. നമ്മള് ഫസ്റ്റ് തുടക്കം മുതലേ കൂടെ ഉണ്ടല്ലോ. 26 പടം ചെയ്തു ഞാൻ സുരേഷ് മച്ചമ്പിയുടെ. 27ാമത്തെ ചെയ്യാൻ, അടുത്ത പടം ചെയ്യാൻ പോകുന്നു. ഇതിലും വലിയൊരു സന്തോഷ വാർത്ത, ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പടം 500ാമത്തെ പടം. ശങ്കറിന്റെ ആണോ? കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സംഭവമാണ്. 500 പടമായി. പിന്നെ ഒരുപാട് നടന്മാരുടെ മുഖത്ത് ആദ്യമായിട്ട് ചായം തേച്ച അല്ലേ? എന്റെ ഭാര്യ എപ്പോഴും വിളിക്കുന്ന കുമാരി എന്നാണ്. അവരുടെ വീട്ടിലാണ് കുമാരി എന്നാണ് വിളിക്കുന്നത്. ശങ്കറും കുമാരി എന്നാണ് വിളിക്കുന്നത്. ഞാൻ കുടുംബത്തിലെ ഒരു അംഗമാണ് സാർ. എല്ലാം ദീർഘായുസ്സായിരിക്കും, നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ. മദ്രാസിൽ C10 എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അവിടുത്തെ അതിന് സത്രം 10 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും അപ്പയും അഷ്റഫും സനലും കൂടെ ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു അഷ്റഫ് C10 സത്രം 10 അന്തേവാസിയായ അഷ്റഫിയുടെ സമാഗമത്തിൽ ആലപ്പി മുഷറഫ് അദ്ദേഹം വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് വിളിക്കാം. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആലപ്പി അഷ്റഫ്. അപ്പൊ അങ്ങനെ സത്രം 10 അന്തേവാസികൾ ആ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെന്റിൽ രാത്രി 7 മണിക്ക് ഏതെങ്കിലും ശബ്ദം, 7 മണി ശബ്ദം കേൾക്കും. അഷ്റഫിന്റെ ശബ്ദം വേറെ ഒന്നും കേൾക്കൂല. സുരേഷിന്റെ കയ്യിൽ പൈസ ചിലപ്പോൾ കണ്ടമാനം വരും. കാശ് ചില പടങ്ങളൊക്കെ ഫൈനാൻസ് മറ്റതല്ലെങ്കിൽ മറ്റേ സാറ്റലൈറ്റ് ഇത് കൊടുത്തു, ഗൾഫ് വിറ്റു, റൈറ്റ്സ് വിറ്റ്. ഈ പൈസ വരുമ്പം നമുക്കറിയാൻ പറ്റും ഈ ഫ്ലാറ്റിൽ ഭയങ്കര ആഘോഷമാണ്. ചിക്കൻ ഉണ്ടാക്കുന്നു, മറ്റേ മീനുണ്ടാക്കും, വൈകുന്നേരം ഭയങ്കര ലൈവാണ്. അപ്പൊ ഞാൻ അകത്തോട്ട് ചെന്നിട്ട് പറയും പാട്ട് പാടും. ഇത് കാണുമ്പോ ആ പാട്ട് പാടും. ചില ദിവസം ഇതെല്ലാം കഴിഞ്ഞ് കുറെ പടമൊക്കെ കഴിഞ്ഞ് റിലീസൊക്കെ കഴിഞ്ഞ് കുറച്ച് ചില സമയത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ എല്ലാം പ്ലാനത. വിക്രമൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സുരേഷ് അടമാരിയിരിക്കുന്നവിടെ. അപ്പോൾ ചെന്നിട്ട് പാടും പൊന്മകളെ. അവെല്ലാം വളരെ വിഷമിച്ചിരിക്കും. മനസ്സിലായില്ലേ? സുരേഷ് എന്ന് പറയുന്നപ്പോ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായിരുന്നു ശരിക്കും. അപ്പൊ ഇവരുടെ ഈ കല്യാണ സമയത്ത് ഇങ്ങനെ കല്യാണത്തിന് ഇവിടെ ഞാൻ ചെന്നിരുന്നു വീട്ടിൽ. അപ്പം ഞാനൊക്കെ കംപ്ലീറ്റ് ആഭരണം ഇട്ടിങ്ങനെ ഫുൾ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ വയ്യ, അതിന് മാത്രം സ്വർണ്ണം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം മണവാള ചെറുക്കൻ്റെ ചെവി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനേ ഒരു ചെറിയൊരു ബിസിനസ് വേറെ അല്ലെങ്കിൽ സിനിമ നിർത്തി. അതെന്താണ്? ഞാൻ തൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ബോർഡ് വെച്ച് സ്വർണം പണയത്തിനെടുക്കപ്പോൾ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തൻ്റെ നാക്ക് കരുതാക്കാട്ടോ, താൻ പറഞ്ഞ പോലെ എന്നെ പറ്റി. സുരേഷിന്റെ കഥകൾ പറഞ്ഞാൽ നേരം വെളുത്താനും തീരത്തില്ല, അത് മാത്രം കഥകളാണ്. സുരേഷ് മേനക പ്രേമം നടക്കുന്ന സമയത്ത് അന്ന് ഈ STD മാത്രമേ ഉള്ളൂ മദ്രാസിലേക്ക്. അപ്പോൾ ഒരു STD എന്ന് പറഞ്ഞാൽ 1 മിനിറ്റൊക്കെ ഏകദേശം 10 രൂപ 15 രൂപയൊക്കെ ആവും അന്നത്തെ 1 മിനിറ്റ് മദ്രാസ് സംസാരിക്കണമെങ്കിൽ. നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അന്ന് നൈറ്റാണ് ഈ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നേരം വെളുത്തിട്ടേ തീരത്തുള്ളൂ. ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഡബ്ബിങ് എല്ലാവരും കയറി കഴിഞ്ഞാൽ ആ വെളിയിലൊരു ഫോൺ ഇങ്ങനെ നിലത്ത് ആ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്, ലാൻഡ് ഫോൺ. അതിങ്ങനെ എടുത്ത് STD ബൂത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് മദ്രാസിലാണ് മെയിനായിട്ട് ഇത്. ആ ചിത്രാഞ്ജലി അത് നമ്മൾ വെളുപ്പിന് 4:30 വരുമ്പോഴേ അതേ കിടപ്പിൽ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. തുടങ്ങിയതാ ഒരു ലേറ്റ് മുഴുവൻ 5 മണി 6 മണി 6 മണി ലേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ അത് പാക്കപ്പ് ചെയ്യുമ്പോഴാണ് പുള്ളി ഇത് നിർത്തുന്നത്, വെച്ച് കിടക്കുന്നത്. ശരിയല്ലേ? എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നത്, ഇതിന് മാത്രം എന്തൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ചോദിച്ചാ പറയും. ഞാൻ ചോദിക്കണ്ട. സമാഗമത്തിൽ വന്നതിൽ വലിയ സന്തോഷം. ഓക്കെ, അടിച്ചു പൊളിക്കേനി.